വില്ലൻ വയലൻസ് എന്ന് പറഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കടിക്കുക, മാന്ത്, അതൊക്കെയാണ് നമ്മുടെ ആക്ഷൻ. എനിക്ക് എൻ്റെ ആക്ടിങ് കരിയറിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ് അജേഷ്. ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള അത് ഈ ലിറ്ററേച്ചറിനെ കൂടെ ഉള്ളതാണ്. ഒരു നോവലിൽ അതിനെക്കുറിച്ച് അത്രയും ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട് അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ എല്ലാ ലേയേഴ്സും. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അത്രയും നമുക്ക് അറിയാലോ ആ ക്യാരക്ടറിനെ കുറിച്ച്. ഫുൾ ക്യാരക്ടർ സ്റ്റഡി തന്നെയാണല്ലോ ആ നോവലും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അത്രയും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ബാക്കി സിനിമകളിലൊക്കെ ക്യാരക്ടേഴ്സ് വെൽ റിട്ടൺ ആണ്, എന്നാൽ പോലും ഏറ്റവും അധികം ലെയേർഡ് ആയിട്ടും ഡെപ്തിൽ എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ അജേഷിൻ്റെതാണ്. അതുകൊണ്ടും കൂടെയാണ് ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇത്രയും എന്താ പറയുക ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്ത ക്യാരക്ടറായിട്ട് തോന്നുന്നു, ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമയായിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നാനുള്ള കാരണം ആ ക്യാരക്ടർ അത്രയും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത് കൂടെ തന്നെ. എവിടെയെങ്കിലും സ്ക്രീൻ കാണുമ്പോൾ ഏകദേശം ഒരു വില്ലനായിട്ട് നമുക്ക് തോന്നുന്നു, അങ്ങനെയാണ് സ്ക്രീനിൽ കാണുന്നത്. അപ്പം വില്ലനെ മാർത്തിയടിക്കുന്ന ഒരു ആക്ഷൻ ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മസിൽ പവർ കാണിക്കുന്ന ഒരു ഹീറോ ആയിട്ടോ ബേസിൽ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് വരുമ്പോൾ മലർത്തിയടിക്കുന്ന ഒരു വില്ലനെ മലർത്തിയടിക്കുന്ന ഒരു നായകനായിട്ടല്ലേ തോന്നുന്നത്? അല്ല, അങ്ങനെ ഒരിക്കലും വർക്കാവില്ല. ഞാൻ മുമ്പ് പറഞ്ഞു, ഞാൻ KGF മറ്റേ വില്ലൻ വയലൻസ് എന്ന് പറഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അപ്പൊ ആ തിരിച്ചറിവ് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ കരാട്ടയും മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച് ആദ്യത്തെ സീനിൽ തന്നെ അങ്ങനെ മാസമായിട്ടുള്ള റോളാണെങ്കിൽ അങ്ങനെ പഠിച്ചു വന്ന് കാണുന്നവർക്ക് തോന്നണം, ആ ഇവൻ ചിലപ്പോൾ നാലാളെ ഇടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറും അതിനുള്ള കഴിവ് എനിക്കും കൂടെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമായിരിക്കും. പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ സച്ചിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എന്നത് ഇങ്ങനെ തൂക്കിയെടുത്ത് എങ്ങനെയൊക്കെ എറിഞ്ഞാൽ മതി. അപ്പൊ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ കഥയിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഹീറോയിസം എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുക, സ്ക്രിപ്റ്റിലൂടെ എങ്ങനെയാണ്, കഥയിലൂടെ എങ്ങനെയാണ്, ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് അത് സഞ്ചരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് അവസാനം വരെയും. ഇപ്പോൾ ആക്ഷനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും മറ്റേ ഇടിക്കുക എന്നുള്ള ആക്ഷനൊന്നും അല്ല, അത് സ്ട്രഗിളാണ്. കടിക്കുക, മാന്ത്, അതൊക്കെയാണ് നമ്മുടെ ആക്ഷൻ. അത് സിനിമയിലേക്ക് വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത്. അപ്പൊ അതിന്റെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. ഞാൻ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ്. ആ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയൊരു ഹൈ സിനിമ ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സ്ക്രീനിൽ വന്നപ്പോഴും അത് കിട്ടി എന്നുള്ളതാണ്. അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് സിനിമേനെ ആ ക്യാരക്ടറിനെ നോക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി പറ്റുന്ന പോലെയൊക്കെയുള്ള എഫേർട്ട് ആക്ടർ എന്നുള്ള രീതിയിലും ഫിസിക്കലിയും ഒക്കെ ഇട്ടിട്ടുണ്ട്.